ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനല്ല, അത് നമ്മളാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. എന്തിനാണ് കുറച്ച് മനുഷ്യന്മാർ? ആ മനുഷ്യന്മാർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. ആ മനുഷ്യന്മാരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറയാം, നിങ്ങൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പടച്ചോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പടച്ചോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ പടച്ചോൻ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എടുത്ത് കഴിക്കേണ്ടത് നമ്മളാ, അല്ലേ? ഉണ്ടാക്കി വെച്ചത് മാത്രമാണ് ഉമ്മ, എടുത്ത് കഴിക്കേണ്ടത് നമ്മളാ. ഇതേപോലെ പഠിച്ചോൻ പറഞ്ഞ് നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം സ്നേഹം. അത് പറയേണ്ട കാര്യമില്ല. എന്തായാലും എല്ലാ മനുഷ്യൻ്റെ ഇടയിലും ഇങ്ങനെ പരസ്പരം ചേർക്കുന്ന പശയാണ് അത്. അതില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയല്ല, ഖുർആൻ അത് പറഞ്ഞു എന്തായാലും. പക്ഷെ അതിലൊരു അത്ഭുതമൊന്നുമില്ല. പക്ഷെ രണ്ടാമതായി പറഞ്ഞ കാര്യത്തിലാണ് അത്ഭുതം. രണ്ട് മനുഷ്യന്മാർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ സ്നേഹം മാത്രം പോരാ. അതാണ്, വേറൊരു കാര്യം കൂടി വേണം. അതെന്താ? കാരുണ്യം.